Hi friends, welcome to Garam Masala, the magic spices of cooking. Fried ice cream. ഇന്ന് നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡ് ഡെസേർട്ട് ആയ ഫ്രൈഡ് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 6 സ്കൂപ്പ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ വെനില ഫ്ലേവറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് 1 കപ്പ് കോൺഫ്ലേക്സ് ക്രംസ് എടുക്കണം. കോൺഫ്ലേക്സിനെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണിത്. ഇതിലോട്ട് നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീം വെച്ചു കൊടുക്കാം. ഈ ഐസ്ക്രീമിനെ കോൺഫ്ലേക്സ് കൊണ്ട് നന്നായി റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത സ്കൂപ്പ് ഐസ്ക്രീം കൂടെ തയ്യാറാക്കിയെടുക്കാം. ഈ കോൺഫ്ലേക്സിന് പകരമായി ബ്രെഡ് ക്രംസും ഉപയോഗിക്കാം. ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീം ഫ്രൈ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഐസ്ക്രീമിന് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അടുത്തതായി നമുക്ക് ഒരു മുട്ട എടുക്കാം. ഈ മുട്ടയെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ്. ഇനി ഇതിൽ നിന്ന് ഒരു ഐസ്ക്രീം എടുക്കാം. ഇതിനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അടുത്തതായി കോൺഫ്ലേക്സ് കൊണ്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ അടുത്ത ഐസ്ക്രീം കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഐസ്ക്രീമും മുട്ട കൊണ്ടും കോൺഫ്ലേക്സ് കൊണ്ടും കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഐസ്ക്രീമിനെ 1 മണിക്കൂർ കൂടെ ഫ്രീസറിൽ വെക്കണം. ഇങ്ങനെ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുള്ള ഐസ്ക്രീമാണിത്. നമ്മുടെ ഐസ്ക്രീം എല്ലാം ഫ്രൈ ചെയ്യുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ ഐസ്ക്രീമായി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സമയം ഒരു ഐസ്ക്രീം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിന് മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 40 സെക്കൻഡിൽ അധികം ഐസ്ക്രീം ഫ്രൈ ചെയ്യരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഐസ്ക്രീം അലിഞ്ഞു പോകും. നമ്മുടെ ഐസ്ക്രീം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതിനെ നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത ഐസ്ക്രീം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാ ഐസ്ക്രീമും നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്കൊരു ഐസ്ക്രീം മുറിച്ച് നോക്കാം. നമ്മുടെ ഐസ്ക്രീമിന്റെ പുറം ഭാഗം നല്ല ചൂടാണ്, അകം ഭാഗം ഇപ്പോഴും ഐസ്ക്രീം ഉരുകിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഹോട്ട് ആൻഡ് കോൾഡ് ഡെസേർട്ട് ആയ ഫ്രൈഡ് ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.